നമസ്കാരം, എല്ലാവർക്കും ആദ്യമായിട്ട് ശുഭദിനം. ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്ന് നമുക്കുള്ളത്. ഇന്ന് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഒരു മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $17 ഉയർന്ന് $4356 എത്തി നിൽക്കുന്നുണ്ട്. സിൽവർ ആവട്ടെ $2.7 ഇടിഞ്ഞ് $75 പെർ ഔൺസിന്. ബിറ്റ്കോയിൻ $1300 ഉയർന്ന് 88,000. ബ്രന്റ് ഓയിൽ 61. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി 26,126. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 25,937 ആയിരുന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ നെഗറ്റീവാണ്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ മാർക്കറ്റുകളിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണുന്നുണ്ട്. ഏറ്റവും താഴെ ക്ലോസ് ആയ US മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. എന്നാൽ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസ് 2% ഇടിഞ്ഞു, വിപ്രോ 1% ഇടിഞ്ഞു, എക്സിൻഡൽ 2% ഇടിഞ്ഞു, ഓൾ ടുഗദർ 3% ഇടിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലൂടെയാണ് പോകുന്നത്. 26,000 റേഞ്ചിനെ ചുറ്റിപ്പറ്റി മാർക്കറ്റിന് നിൽക്കുന്നുണ്ട്. വലിയ തോതിൽ ആ ലെവലിൽ നിന്ന് ഫോൾ ആവുന്നില്ല. എന്നാൽ ആ ലെവലിൽ എത്തുമ്പോൾ മാർക്കറ്റ് വളരെ വലിയ തോതിലുള്ളൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്ലി എക്സ്പയറീസ് കഴിഞ്ഞു, പുതിയൊരു എക്സ്പയറിയാണ് നമുക്കുള്ളത്. 1-ാം തീയതി നമ്മുടെ മാർക്കറ്റ് അവധിയല്ല, എന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ 1-ാം തീയതി അവധിയാണ്. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ വരാം. നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അവിടെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള റീലുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ന്യൂസിലേക്ക് വരാം. ബൈസൽ റെക്കമെൻഡേഷൻ എല്ലാം. ഇൻഡിഗോ കമ്പനിക്ക് GST പെനാൽറ്റി ലഭിച്ചു. 458 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ലുപ്പിൻ ഇവരൊരു ആംസ്റ്റർഡാമിലുള്ള ഒരു ഫാർമ കമ്പനീനെ ഏറ്റെടുത്തു എന്നുള്ള ന്യൂസ്. പ്രിവി സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് 6% സ്റ്റേക്ക് വിൽക്കുകയാണെന്നുള്ള ന്യൂസുണ്ട്. RBL ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസുള്ളത്, ഇവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിട്ടയർ ചെയ്യുന്നു എന്നുള്ള ന്യൂസുണ്ട്. താജ് ഹോട്ടലിൻ്റെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഇവർ IHCLൻ്റെ 25% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ് കമ്പനി $3.6 മില്യൺ ഒരു ഓർഡർ അവർക്ക് ലഭിച്ചു. ഭാരത് ഫോർജ് കമ്പനി 1,662 കോടി രൂപയുടെ ഓർഡർ ഡിഫൻസിൽ നിന്ന് ലഭിച്ചു. പവർ ഗ്രിഡ് കമ്പനിക്ക് ഒരു ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആന്ധ്രാപ്രദേശിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓർഡർ ലഭിച്ചു. വർദ്ധീവ് സ്പെഷ്യാലിറ്റി കമ്പനിക്ക് അവർക്ക് 10 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ZF സ്റ്റിയറിംഗ് ഗിയർ കമ്പനി അവർക്ക് 151 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റൈറ്റ്സിന് സിംബാബ്വേയിൽ നിന്ന് ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ആൻ്റണി വേസ്റ്റ് കമ്പനി ഇവരൊരു സബ്സിഡിയറി കമ്പനി ബോംബെയിൽ ഇവർ സ്ഥാപിച്ചു. റോസ്റ്റ്മാൻ ഇൻഫോസിസ്റ്റം കമ്പനി ഇവർക്ക് അവരുടെ പുതിയൊരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഗുജറാത്തിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ദേവ്യാനി ഇൻ്റർനാഷണൽ KFCയുടെ എല്ലാം തന്നെ പ്രൊമോട്ടേഴ്സ്. ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവരുടെ പീനട്ട് ബട്ടർ കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഡൈനാകോൺ സിസ്റ്റം ഇവർക്ക് 250 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കുള്ള ന്യൂസുകൾ. അപ്പോൾ അടുത്ത 2026 നിഫ്റ്റി എങ്ങനെയായിരിക്കും എന്നുള്ള സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ വൈകിട്ടുണ്ടാവും. കാണാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. താങ്ക് യു.